ഓൺലൈൻ തട്ടിപ്പിൽ അന്താരാഷ്ട്ര കുറ്റവാളികൾ അറസ്റ്റിൽ. ചേർത്തല സ്വദേശിയുടെ പണം തട്ടിയ കേസിൽ തായ്ലൻഡ് സ്വദേശികളാണ് അറസ്റ്റിലായത്. 7,65,00,000 രൂപ തട്ടിയെന്ന കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് പിടികൂടിയത്. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ പോലീസിന്റെ? ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടിയിലധികം രൂപ തട്ടിയെടുത്തത്. കഴിഞ്ഞ ജൂണിൽ നടന്ന തട്ടിപ്പിൽ ആ മാസം തന്നെ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, പ്രവീഷ്, അബ്ദുൽ സമദ് എന്നീ അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെയും പിന്നാലെ നിർമ്മൽ ജെയിനെയും പിടികൂടുകയായിരുന്നു ചെയ്ത്. ഈ പ്രതികളെ കൂടി കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ അന്താരാഷ്ട്ര കുറ്റവാളികളിലേക്ക് എത്തുന്നത്. ചൈന കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പെന്ന് ഇവരെ ചോദ്യം ചെയ്തത് മനസ്സിലായിരുന്നു. എന്നാൽ സാങ്കേതികവും നിയമപരമായ ചില കാരണങ്ങളാൽ കേരള പോലീസിന്റെ പ്രതികളിലേക്ക് നേരിട്ട് എത്താനായിരുന്നില്ല. ഇതിനിടെയാണ് ചൈനീസ് പൗരന്മാരായ ബെയ് ചുങ് ചുവാൻ, ഷെയ്ൻ റീഹോ എന്നിവരെ ഗുജറാത്തിലെ അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം കേരള പോലീസ്, അതായത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. അവർ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അഹമ്മദാബാദിൽ എത്തുകയും ഇവർ ജുഡീഷ്യൽ കസ്റ്റഡി കഴിയുന്ന ഇവരെ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇവർ പ്രതികളാണെന്ന് കണ്ടെത്തുകയും അത് ബോധ്യപ്പെടുത്തി അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഹംസഫർ എക്സ്പ്രസിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ പദ്ധതി. പോലീസ് ക്രൈംബ്രാഞ്ച് വിഭാഗം നടത്തിയ ചടുലമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അന്താരാഷ്ട്ര കുറ്റവാളികളിലേക്ക് എത്തുന്നതും ഇവരെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ എത്തിക്കാനാവുന്നതും. ശരി, ആ പ്രതികൾ ആലപ്പുഴയിൽ എത്തിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ മീഡിയ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ എത്തിച്ചു. ഇനി തെളിവെടുപ്പടക്കമുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. എന്തായാലും ശ്രമകരമായൊരു ദൗത്യത്തിലൂടെ, ഓപ്പറേഷനിലൂടെയാണ് കേരള പോലീസിന് വരെ പിടികൂടാൻ കഴിഞ്ഞത്. ഷൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.